എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സായി. എവിടെയാണ് പോകണം നമ്മള്? അതൊന്നും അറിയത്തില്ല. എവിടെയെങ്കിലും പോ. Come on baby, let's go on the bullet. ഹായ് ഡിയേഴ്സ്, ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു വാർത്ത പറയാനാണ് ഞാൻ വന്നത്. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പം എൻ്റെ യൂട്യൂബിൽ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഒരുപാട് നന്ദി. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. കാരണം കുറച്ച് ടൈം കൊണ്ടാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. ഇത് തുടങ്ങിയ സമയത്ത് കുറേ കളിയാക്കലുകളുണ്ടായിരുന്നു. അവരുടെയൊക്കെ മുമ്പ് എനിക്ക് ഈ 1K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ ഒരു പ്രൗഡ് മൊമെൻ്റാണ് തോന്നുന്നത്. ഇതുപോലെ തുടർന്ന് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും തുടർന്ന് എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി എനിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വാച്ച് അവറാണ്. വാച്ച് അവർ നല്ല രീതിയിൽ കയറിയാലേ അടുത്ത ലെവലിലോട്ട് എനിക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഇന്നിനി എനിക്ക് കുറേ സർപ്രൈസുകളുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കൊക്കെ ചിലർക്കൊക്കെ തോന്നും ഇത്ര ആയപ്പോഴത്തേക്ക് ഇവർക്ക് ഇതെന്തോ വട്ട് പിടിച്ചാന്നൊക്കെ തോന്നും. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ചേട്ടായി എനിക്ക് എന്തൊക്കെ സർപ്രൈസ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദർശന വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചുമ്മാ പറഞ്ഞിരുന്നത് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ എനിക്ക് എന്തോ വാങ്ങിത്തരുമെന്ന്. ഞാൻ കുറേ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ എല്ലാവരും കേക്കൊക്കെ മേടിച്ച് ആഘോഷിക്കുന്നത് എങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ പോകണമെന്ന് ചോദിച്ചു. എവിടെയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അമ്മ എവിടെ വേണോ കൊണ്ടുപോക്കും, ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ഇപ്പോൾ ടൈം ഒരു 6:30 കാണും. രാവിലെ എണീച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്നൊക്കെ നോക്കാനായിട്ട്. കുറച്ച് വ്യത്യാസമേ ഉള്ളായിരുന്നു. ഒരു 10-12 സബ്സ്ക്രൈബേഴ്സും കൂടെ കൂടിയാൽ മതിയായിരുന്നു. അപ്പോൾ രാത്രി ഞാൻ ചോദിച്ചായിരുന്നു, രാവിലെ എണീക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഒന്ന് ഉറപ്പാണ് നിനക്ക് കൂടിയിരിക്കും, ഇത്രയല്ലേ ഉള്ളൂ, അതൊക്കെ കൂടിയിരിക്കുന്നു. രാവിലെ എണീറ്റ ഉടനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സായി. ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്. എല്ലാവരും തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോസ് ഫുള്ള് കണ്ട് എൻ്റെ വാച്ച് അവറും കൂടെ ഒന്ന് കൂട്ടിത്തരണം. ഒരുപാട് സന്തോഷം. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സായി. പോണ്ടേ. അങ്ങനെ ഞാൻ വേഗം റെഡിയായി ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ റെഡിയായി. നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച്. എവിടെയാണ് പോണേന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ എവിടെയാണ് പോകണം നമ്മള്? അതൊന്നും അറിയത്തില്ല. എവിടെയെങ്കിലും പോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നും തിരിച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ പരവൂർ ജംഗ്ഷനാണ്. കൊല്ലം ഭാഗത്തോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടനും കറക്റ്റ് ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു. നമുക്ക് പോയി നോക്കാം, നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ആ കാണുന്നത് നമ്മുടെ ജടായുപ്പാറയാണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആവുന്നെന്ന് എനിക്കറിയത്തില്ല. ജടായുപ്പാറയാണ് ആ കാണുന്നത്. നല്ല വെയിലായിരുന്നു. ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്കാണ് നമുക്കൊരു സുഖം, നല്ല തണലും തണുപ്പും കിട്ടുന്നത്. അങ്ങനെ നമ്മൾ തെന്മല ശെന്തുരുണി എക്കോ ടൂറിസത്തിലെത്തി. അവിടെ നല്ല തിരക്കൊക്കെ കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത്. നമ്മളവിടെ കയറുമ്പോഴത്തേക്ക് അവർ ചോദിക്കും ബോട്ടിങ്ങിനാണെങ്കിൽ പൈസ അടയ്ക്കണമെന്ന്. ഞങ്ങൾ ബോട്ടിങ്ങിനല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോൺ എടുക്കുന്ന കണ്ടപ്പോഴേ അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കരുതെന്ന്. അവിടെ വീഡിയോ എടുക്കുന്ന അതിനു വേണ്ടിയൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ബോട്ടിങ് നടത്താനുള്ള ആ ഒരു സ്ഥലത്ത് വെള്ളമൊന്നുമില്ല. വെള്ളമൊക്കെ നല്ല കുറവ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞത്. ഞങ്ങളപ്പോഴേ ഇറങ്ങി. അവിടെ ഒന്നും കാണാനില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ നല്ല വെയിലായിരുന്നു. വെള്ളമൊക്കെ കൊണ്ടുപോയതുകൊണ്ട് അതൊക്കെ കുടിച്ച് ഞങ്ങൾ കുറേ പോയി. ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കും തെന്മല ഭാഗത്തൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി തെങ്കാശി വരെ എത്തിയിരിക്കുകയാണ്. തമിഴ്നാടെത്തി.
നമ്മൾ തമിഴ് ചാനലൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു പരസ്യം കാണുമല്ലോ, സത്യ എങ്കൽ സത്യ, അത് കണ്ടു ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി. ഒരു ഹോട്ടൽ കണ്ട് നിർത്തി. 12:30 ആയതേ ഉള്ളൂ. അപ്പം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് കയറി. ഞാൻ പൊറോട്ടയും വാങ്ങി, ചേട്ടൻ ബിരിയാണിയും വാങ്ങിച്ച്. ഞാൻ അതിൻ്റെ കൂടെ കിട്ടിയ മീൻകറി വെച്ചാണ് കഴിച്ചത്. എനിക്ക് പൊതുവേ തമിഴ്നാട് ബിരിയാണി അത്ര ഇഷ്ടമല്ല. ഒരു പ്രാവശ്യം കഴിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തത്. പൊറോട്ട സൂപ്പറായിരുന്നു, നല്ല സോഫ്റ്റും എന്തോ ഒരു പ്രത്യേകതയായിരുന്നു. പിന്നെ ടേസ്റ്റിനുള്ള വ്യത്യാസം ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി ഞാൻ അതിൽ നിന്ന് 2 ഉരുള കഴിച്ച് നോക്കി. അപ്പോൾ സെയിം ആ ടേസ്റ്റ്. പിന്നെ ഞാൻ മീൻകറി വെച്ച് അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അടുത്ത സ്ഥലത്തോട്ട് വെച്ച് വിട്ടു. അതിനി എവിടെയാണെന്ന് അറിയാനായിട്ട് അടുത്ത വീഡിയോയിൽ. Bye bye.